ക്രോഷ്യ ഒന്ന് ഒരുമിച്ച് പഠിച്ചാലോ? കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ക്രോഷ്യ പഠിക്കണമെന്ന്. പക്ഷെ എന്തു പറയാനാ, എനിക്ക് നല്ല മടിയുണ്ട്. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ തോന്നിയത്. ഞാൻ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചും ഞാനവിടെ വീഡിയോ ആക്കി ഇടും. കമന്റ് ബോക്സ് നമുക്ക് ലേണിംഗ് ബോക്സ് ആക്കി മാറ്റാം. അപ്പൊ എന്തു പറയണു, എന്റെ കൂടെ പഠിക്കല്ലേ? നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് സ്ലിപ്പ് നോട്ട് ആട്ടോ. സ്ലിപ്പ് നോട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ആട്ടോ. യാണിന്റെ അറ്റം നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ട് ചൂണ്ടുവിരൽ ഒരു ക്രോസ് പോലെ കൊണ്ടുവരാം. എന്നിട്ട് ഹുക്ക് നമ്മൾ ആദ്യത്തെ യാണിന്റെ അടിയിൽ കൂടി എടുത്ത് മറ്റേ യാൺ വലിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഉള്ളിൽ കൂടി എടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് സ്ലിപ്പ് നോട്ട് കിട്ടും കേട്ടോ. ഇനി ഇത് ടാസ്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം. ചുമ്മാ നമ്മൾ യാൺ ക്ലോസ് ആയി പിടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടി യാൺ വലിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. ഇതിൽ ഏത് മാർഗം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സംഭവം ഉണ്ട്. സ്ലിപ്പ് നോട്ടിന്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇടുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന ചെറിയൊരു ലൂസും ഉണ്ടാവണം. പിന്നെ യാണും ഹുക്കും ഒക്കെ പിടിക്കാൻ പല രീതികളുണ്ട് കേട്ടോ. ഞാൻ പിടിക്കുന്നത് ചെറുവിരലിന്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ചൂണ്ടുവിരൽ 2 വട്ടം ചുറ്റിയിട്ടാട്ടോ. ഈ രീതിയിൽ പിടിക്കുമ്പോഴും എനിക്കും ഞാൻ കൊണ്ടുപോകാൻ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ പോലെ പഠിക്കുകയാണല്ലോ. ബട്ട് കുറച്ചും കൂടി ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും കേട്ടോ നമുക്ക് ഏത് രീതിയാണ് കംഫർട്ടബിൾ എന്ന്. ഞാൻ ആക്ച്വലി സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ വീഡിയോ ഇത്തിരി ലോങ് ആയതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതുവരെ ബൈ.